അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം പിന്നെ ഞങ്ങൾ നാട്ടിലോട്ട് പോവാണ്. രാവിലെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. കാറിലാണ് പോകുന്നത്. ഹൈദരാബാദ് ടു ട്രിവാൻഡ്രം ഏകദേശം ഒരു 1300 കിലോമീറ്ററൊക്കെ ഉണ്ട്. 2 ദിവസം എടുത്തിട്ടാണ് നമ്മൾ നാട്ടിലോട്ട് പോകുന്നത്. ഫസ്റ്റ് ഡേ നമുക്ക് തമിഴ്നാട് സേലത്ത് സ്റ്റേ ഒക്കെ ഉണ്ട്. നമ്മുടെ ശിവക്കുട്ടി ബാക്കിൽ ചൈൽഡ് സീറ്റിൽ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. അവരുടെ ഒരു കുഞ്ഞുറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഫൺ ഫുഡ് ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ നിർത്തിയത്. അങ്ങനെ അവിടെ നമ്മൾ ഗീ റോസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ശിവക്കുട്ടിയുടെ ഫേവറേറ്റ് സോങ് ഒക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നല്ല ചില്ലായിട്ടാണ് അവൾ ഇരിക്കുന്നത്. നമ്മൾ പോകുന്നത് NH44 ഹൈവേ വഴിയാണ്. അതായത് നമ്മുടെ ജമ്മു ശ്രീനഗറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ തമിഴ്നാട് കന്യാകുമാരി വരെയുള്ള ഒരു ഹൈവേ ആണ്. അങ്ങനെ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കർണാടക കയറിയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ അഭിരുചി റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളി ആന്ധ്ര സ്റ്റൈൽ ഊണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്ന് ഇനി നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ ഔട്ടർ വഴിയാണ്. അതായത് ദേവനഹള്ളിയിൽ നമ്മുടെ കൃഷ്ണഗിരിയിലോട്ട് പോകുന്ന ഔട്ടർ റോഡ് വഴിയാണ് പോകുന്നത്. ഇതൊരു 2 മണിക്കൂർ യാത്രയുണ്ട്. അതായത് ഇത്രയും നേരം നമ്മൾ NH44 ഹൈവേ വഴി വന്നിട്ട് ഈ ഒരു ഗ്രാമപ്രദേശത്ത് കയറുമ്പോഴത്തേക്കും മൈൻഡ് ഫുള്ള് റിലാക്സ് ആവുക. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ കൃഷ്ണഗിരി എത്തിയിട്ടുണ്ടായിരുന്നു. ടീ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ ശിവക്കുട്ടി ഹോർലിക്സ് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സേലത്തോട്ട് വിട്ട് നമ്മളിന്ന് സേലത്താണ് സ്റ്റേ ചെയ്യുന്നത്. രാത്രി ഏകദേശം ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ സേലത്തെത്തി. സേലത്ത് സബ് റീജിയണൽ ഓഫീസിലാണ്, ESIയുടെ സബ് റീജിയണൽ ഓഫീസിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ അവിടെ പോയി ബാഗൊക്കെ വെച്ചതിന് ശേഷം അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ റൂമിലോട്ട് പോയി. അടുത്ത ദിവസം രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡേ 2 വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാവേ.